പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാത്താൻ എന്ന് പറയുന്നത് ഒരു ചൂണ്ടക്കാരനെ പോലെയാണ്. നമുക്കറിയാമല്ലോ ചൂണ്ടക്കാരൻ എങ്ങനെയാണ്? കുളത്തിൽ ഇരയിട്ടിട്ട് വെള്ളത്തിലേക്ക് ഇടും. മീൻ ആദ്യം വന്നൊന്ന് രുചിച്ച് നോക്കും. രുചി പിടിച്ച് കഴിയുമ്പോൾ കുളത്ത് വായിലേക്ക് വിഴുങ്ങും. അങ്ങനെ കൊളുത്തി മീനെ ചൂണ്ടക്കാരനെടുത്ത് കരയിലേക്ക് ഇടും. ഇതുപോലെ സാത്താൻ ഒരുപാട് ചൂണ്ടകൾ, കുളത്തുകൾ ഈ ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾ കൊളുത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ബലഹീനരായി നമ്മൾ ആ രുചിയിൽ അമർന്ന് ആത്മാവും മനസ്സും ജീവിതമൊക്കെ അശുദ്ധമാക്കാറുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സാത്താൻ്റെ അത്തരത്തിലുള്ള കെണികളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, നമ്മൾ പതിയെ ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം സംസാരിക്കുമ്പോൾ, ബന്ധുക്കളോടൊപ്പം സംസാരിക്കുമ്പോൾ ഒരാളുടെ കുറ്റം പറഞ്ഞു തുടങ്ങും. പിന്നെ പതിയെ അത് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയൊക്കെ നശിപ്പിക്കും. ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷനിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ മദ്യപിക്കാത്ത ഒരാളുടെ നേരെ മദ്യം നീട്ടും. നീ കുടിക്കുക, നീ ആണാണോ എന്ന് ചോദിച്ച് പിശാച് ഇങ്ങനെ മദ്യത്തിൻ്റെ ചൂണ്ടയിട്ട് തരും. നമ്മൾ അവരുടെ വാക്കും കേട്ട് കുടിച്ച് അവസാനം നമ്മുടെ ആത്മാവും മനസ്സും അഴുക്കിലേക്ക് പോകും. ഇതുപോലെ സാത്താൻ ഒരുക്കുന്ന ഒരുപാട് കെണികളുണ്ട് ഈ ലോകത്തിൽ. ആ കെണികളിലൊന്നും വീണു പോകാതിരിക്കാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. റോമ 6:22 പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപം ചെയ്യുന്നവൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോകുന്നു. പാപവും ദൈവവും, ലോകവും ദൈവവും ഒരുമിച്ച് ഒരിക്കലും പോകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, വെറുപ്പ് സാത്താനിട്ട് തരുന്ന ചൂണ്ടയാണ്, കൊളുത്താണ്. ഭോഗാസക്തി സാത്താനിടുന്ന ചൂണ്ടയാണ്. അഹങ്കാരം സാത്താനിടുന്ന ചൂണ്ടയാണ്. കൂടോത്രം, മന്ത്രവാദവും, ചാത്തൻ സേവ, ഇതൊക്കെ സാത്താനിടുന്ന ചൂണ്ടകളാണ്. മനസ്സിലാക്കാം, ആ ചൂണ്ടക്കുളത്തിൽ നിന്ന് അകലാം. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും അഭിഷേകത്തിലും ജീവിക്കാൻ പരിശ്രമിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ സാത്താൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.